എല്ലാവർക്കും നമസ്കാരം. പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 31/2023 സ്റ്റേജ് 1 ഡിഗ്രി പ്രിലിംസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ ഇംഗ്ലീഷ് മലയാളമാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. ഇതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഹോട്ട് ടോപ്പിക്സ് നോക്കുന്നതാണ്. 13 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്, ഡിഗ്രി പ്രിലിംസ് മാത്രം നോക്കുകയാണെങ്കിൽ. അപ്പോൾ അതിൽ നിന്ന് തന്നെ ആ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി തന്നെ നമുക്ക് ഹോട്ട് ടോപ്പിക്സും തുടങ്ങാം. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മറ്റേ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിലുള്ള മോക്ക് ടെസ്റ്റും കൂടി എഴുതി നോക്കണമെന്ന്. അപ്പോൾ മോക്ക് ടെസ്റ്റ് എഴുതിയിട്ട് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് ആരും കമൻറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം, എത്ര മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചു. 40 മാർക്കിലായിരുന്നു നമ്മൾ മോക്ക് ടെസ്റ്റ് നടത്തിയിരുന്നത്. അത് PSC ബുള്ളറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതും യൂസ്ഫുൾ ആയിരിക്കും. മോക്ക് ടെസ്റ്റ് എഴുതി നോക്കിയിട്ട് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് അതിൽ കമൻറ്റ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 71ാമത്തെ ചോദ്യം എന്താണ്? ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ഗിവൺ ബിലോ. നമുക്ക് സൂപ്പറായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലേ? ഇതിൽ മാർക്ക് തന്നിട്ടുണ്ട്, എക്സ്ക്ലമേറ്ററി മാർക്കുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം അത് ഏതാണ്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. നോക്കി, ഹൗ സ്ട്രേഞ്ച് ഷീ ലുക്സ്. ഹൗ സ്ട്രേഞ്ച് ഷീ ലുക്സ് അല്ലേ? ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സർപ്രൈസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഷോക്കായിട്ടൊക്കെ പറയുന്ന ഒരു സെൻറ്റൻസ് ആണല്ലേ. ആ ഒരു ആ ഒരു ഫീലിംഗ് ആണ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, എക്സ്ക്ലമേഷൻ മാർക്കുമുണ്ട്. അപ്പോൾ നമുക്കതറിയാൻ പറ്റും ഏതാണ്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. ദെൻ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ അല്ലേ. ഇപ്പം ഹൗ ഡസ് ഷീ ലുക്ക് എന്നൊരു ക്വസ്റ്റ്യൻ വേർഡ് ആണെങ്കിൽ അത് ഇൻട്രോഗേറ്റീവ്. ഡിക്ലറേറ്റീവ് എന്താണ്, അതൊരു സെൻറ്റൻസ് ആയിട്ട് പറയുകയാണ്. ഇപ്പം ഷീ ലുക്ക് സ്ട്രേഞ്ച് അങ്ങനെയൊക്കെ ഒരു സെൻറ്റൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിക്ലറേറ്റീവ് ആയതിന്. ഇമ്പറേറ്റീവ് എന്ന് പറയുന്നത് ഒരു കമാൻഡ്, ഒരു എന്താ പറയുക, അപ്പം ലുക്ക് അറ്റ് ഹെർ അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, അതൊരു കമാൻഡായിട്ട് പറയുകയാണെങ്കിൽ അത് ഇമ്പറേറ്റീവ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ആൻസർ ഏതാണ് വരുന്നത്, എക്സ്ക്ലമേറ്ററി ആണ്. അടുത്ത ചോദ്യം, ദ ഡ്രൈവർ ഇൻ ദാറ്റ് ബസ് ഡാഷ് ലൈക്ക് യുവർ ബ്രദർ. ദ ഡ്രൈവർ ഇൻ ദാറ്റ് ബസ് ഡാഷ് ലൈക്ക് യുവർ ബ്രദർ ഏതാണ് വരുന്നത്, ലുക്സ് ലൈക്ക് യുവർ ബ്രദർ. ദ ഡ്രൈവർ, ഇവിടെ ശ്രദ്ധിക്കുക, ഡ്രൈവർ എന്ന് പറയുന്നത് സിംഗുലറാണ്. ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ വെർബ് എങ്ങനെയായിരിക്കും, എസ് ഓർ ES വരും. ഇവിടെ ലുക്ക് ആയതുകൊണ്ട് ഏതാ വരിക, ലുക്സ് ആണ് വരുന്നത്. ഇനി ഈ ഓപ്ഷൻ സി, ലുക്ക് എന്ന് പറയുമ്പോൾ അത് പ്ലൂരൽ. ഇപ്പോൾ ദ ഡ്രൈവേഴ്സ് എന്നായിരുന്നെങ്കിൽ ദ ഡ്രൈവേഴ്സ് ലുക്ക് എന്നായിരുന്നു അല്ലേ. ഓക്കെ, അടുത്തത്, ഡിഡ് അലൻ ഗെറ്റ് ഡാഷ് ജോബ് ഹി അപ്ലൈഡ് ഫോർ. ഡിഡ് അലൻ ഗെറ്റ്, അതായത് അലൻ അപ്ലൈ ചെയ്ത ജോബ് കിട്ടുമോ എന്നുള്ളതല്ലേ. അപ്പോൾ എന്താണ് അവിടെ വരേണ്ടത്, ഏത് ആർട്ടിക്കിളാണ് വരുന്നത്, ദായാണ് വരുന്നത് അല്ലേ, സ്പെസിഫൈ ചെയ്ത് പറയുന്നതുകൊണ്ട്. അപ്പം ഡിഡ് അലൻ ഗെറ്റ് ദ ജോബ് ഹി അപ്ലൈഡ് ഫോർ, അലൻ അപ്ലൈ ചെയ്ത ജോബ് കിട്ടുമോ എന്നുള്ളതാണ്. അപ്പോൾ ദായാണ് അവിടെ വരേണ്ടത്. ഓക്കെ, ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദ. യൂസ് ദി അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഷീ ഹാസ് നെവർ സീൻ ഹിം. ഷീ ഹാസ് നെവർ സീൻ ഹിം, ക്വസ്റ്റ്യൻ ടാഗ്. ഇവിടെ നോക്കി, ഷീ ഹാസ് നെവർ സീൻ ഹിം. ഇവിടെ നെവർ എന്നത് സെൻറ്റൻസിനെ നെഗറ്റീവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആവുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആവണം. ഒന്നാമത്തെ കാര്യം നമുക്കറിയാം. അപ്പോൾ ഇതിൽ പോസിറ്റീവ് ആയിട്ടുള്ള രണ്ടെണ്ണേ ഉള്ളൂ, ഹാസ് ഷീയും ഹാവ് ഷീയും. അതിലേതാ വേണ്ടത്, ഇവിടെ നോക്കി, ഷീ ഹാസ് നെവർ സീൻ ഹിം ഏതാ വരിക, ഹാസ് ഷീ ആണ് വരുന്നത്. ഹാസ് ഷീ ആണ് വരുന്നത് അല്ലേ, ഹാസ് ഷീ ആണ് വരുന്നത്. ഇതിൽ ഹാസിൻ്റെ ഷീയും ഹാവിൻ്റെ ഷീയും വരില്ല കേട്ടോ. അതെന്താണ്, നെഗറ്റീവ് ടാഗ് നമുക്ക് ആവശ്യമില്ല, സ്റ്റേറ്റ്മെൻറ്റ് ഓൾറെഡി നെഗറ്റീവ് ആയതുകൊണ്ട്. ഇനി ചൂസ് ദ കറക്റ്റ് ടെൻസ് ഫോം. ഷീ ഡാഷ് ഹിം ബിഫോർ യു ഇൻട്രൊഡ്യൂസ്ഡ് ദം. ഷീ ഡാഷ് ഹിം ബിഫോർ യു ഇൻട്രൊഡ്യൂസ്ഡ് ദം. കറക്റ്റ് ടെൻസ് ആണ് വേണ്ടത്. ഷീ ഹാഡ് മെറ്റ് ആണ് വരുന്നത്. എന്തുകൊണ്ടാണ്, ഷീ ഹാഡ് മെറ്റ് ഹിം. ഷീ ഹാഡ് മെറ്റ് ഹിം ബിഫോർ യു ഇൻട്രൊഡ്യൂസ്ഡ് ദം. ഇവിടെ എന്താണ്, പാസ്റ്റ് പെർഫെക്റ്റ് അല്ലേ. ഷീ ഹാഡ് മെറ്റ് ഹിം ബിഫോർ യു ഇൻട്രൊഡ്യൂസ്ഡ് ദം, അതായത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ട് ആക്ഷൻസ് പാസ്റ്റിൽ നടക്കുകയാണെങ്കിൽ ആദ്യം നടന്ന, ഇപ്പോൾ ഈ സെൻറ്റൻസിൽ ആദ്യം നടന്ന ആക്ഷൻ ഏതാണ്, മീറ്റിംഗ് അല്ലേ, മീറ്റ് ഹിം അല്ലേ. ഷീ ഹാഡ് മീറ്റ് ഹിം, അതാണ് ആദ്യം നടത്തുന്നത്. അവിടെ എന്ത് യൂസ് ചെയ്യണം, ഹാഡ് പ്ലസ് V3 യൂസ് ചെയ്യണം. സെക്കൻഡായിട്ട് നടന്ന ആക്ഷനാണ് ഇൻട്രൊഡ്യൂസിങ് ദം എന്നുള്ളത്. അവിടെ സിമ്പിൾ പാസ്റ്റാണ് വേണ്ടത്. ഇനി ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കി, ഷീ ഹാഡ് മെറ്റ് ഹിം ബിഫോർ യു ഇൻട്രൊഡ്യൂസ്ഡ് ദം, അതായത് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ അവൾ
അവനെ കണ്ടു. ഷീ ഹാഡ് മെറ്റ് ഹിം. ഇപ്പോൾ രണ്ടും പാസ്റ്റാണ്. ആദ്യം നടന്ന പാസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഹാഡ് പ്ലസ് V3യും, രണ്ടാമത് നടന്നതാണെങ്കിൽ സിമ്പിൾ പാസ്റ്റുമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് റോസ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫ്ലവർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ. ഏതാണ് വരുന്നത് കമ്പാരിസണിൽ? മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്ന് പറയുന്നത് കൊണ്ട് സൂപ്പർലേറ്റീവാണ് അല്ലേ, മോസ്റ്റ്. ഇപ്പം എന്താണ്, രണ്ട് ഫ്ലവർ തമ്മിൽ, ഇപ്പോൾ റോസും ലില്ലിയും തമ്മിലൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഏത് വന്നേനെ? കമ്പാരിറ്റീവ് വന്നേനെ. ഇത് സൂപ്പർലേറ്റീവ്, ദ പ്ലസ് ഫസ്റ്റ്, ദ മോസ്റ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് ഏത് ഡിഗ്രിയാണ്? സൂപ്പർലേറ്റീവാണ്. ചൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ. എമിത് വെയിറ്റഡ് ഫോർ ഹർ ഡാഷ് ദി എൻട്രൻസ്. എവിടെയാണ്? അറ്റ് ദി എൻട്രൻസ് അല്ലേ. ഒരു സ്പെസിഫിക് പോയിൻ്റ് അല്ലെങ്കിൽ സ്പെസിഫിക് ലൊക്കേഷനിൽ പറയുവാണെങ്കിൽ അത് നമ്മൾ അറ്റാണ് പറയുന്നത് കേട്ടോ. അറ്റ്. ഓൺ പറയില്ലേ? ഓൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ദ ഫ്ലോർ അങ്ങനെയൊക്കെ പറയാനല്ലേ. ഇന്നാണെങ്കിലോ ഇൻ ദ റൂം. അപ്പോൾ ഇവിടെ ഏതാ വരിക? അറ്റാണ് വരുന്നത്. അറ്റ്. എമിത് വെയിറ്റഡ് ഫോർ ഹെർ അറ്റ് ദ എൻട്രൻസ്. ദെൻ ദ ബേബി ഡാഷ് വാണ്ട് ടു ഡ്രിങ്ക് മിൽക്ക്, ഹി വാണ്ട്സ് ടു സ്ലീപ്പ് ഇൻസ്റ്റെഡ്. ഇവിടെ എന്താ പറയുന്നത്? ദ ബേബി ഡാഷ് വാണ്ട് ടു ഡ്രിങ്ക് മിൽക്ക്, ഹി വാണ്ട്സ് ടു സ്ലീപ്പ് ഇൻസ്റ്റെഡ്. അവൻ എന്താണ് ആവശ്യം? ഉറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ദ ബേബി ഡസൻറ്റ് വാണ്ട് ടു ഡ്രിങ്ക് മിൽക്ക്, ഹി വാണ്ട്സ് ടു സ്ലീപ്പ് ഇൻസ്റ്റെഡ്. ഓക്കെ, ഇവിടെ ബേബി എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റാണ്, സിമ്പിൾ പ്രസൻറ്റ് നെഗറ്റീവാണ് അല്ലേ. അപ്പോൾ ഡസ് പ്ലസ് ഡസിൻറ്റ്, ഡസ് പ്ലസ് നോട്ട് പ്ലസ് ബേസ് വെർബ് വാണ്ടാണ് വരുന്നത്. 79. കറക്റ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ്. ദ ഓൾഡ് വുമൺ ഹാസ് സ്ലെപ്റ്റ് ഫോർ 12 hours ലാസ്റ്റ് നൈറ്റ്. ഹാസ് സ്ലെപ്റ്റ് എന്നുള്ളത് കറക്റ്റ് ആക്കുകയാണ് ചെയ്യേണ്ടത്. ഏതാ വരിക? സ്ലെപ്റ്റാണ് വരുന്നുള്ളൂ. എന്താ കാരണം? ഇപ്പോൾ ലാസ്റ്റ് നൈറ്റ് അല്ലെങ്കിൽ യെസ്റ്റർഡേ, എഗോ അങ്ങനെയൊക്കെ വരുമ്പം അവിടെ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, അതായത് ഹാസ് എന്നുള്ള പ്രസൻറ്റ് പെർഫെക്റ്റ്, ഹാസ് സ്ലെപ്റ്റ് എന്നുള്ളത് വേണ്ട. ഏത് മതി? സിമ്പിൾ പാസ്റ്റ്. ലാസ്റ്റ് നൈറ്റ്, യെസ്റ്റർഡേ, എഗോ എന്നൊക്കെ വെച്ച് പറയുന്ന ടൈം മാർക്കേഴ്സ് ആണെങ്കിൽ അവിടെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ സ്ലെപ്റ്റേ വരുള്ളൂ. ദ ഓൾഡ് വുമൺ സ്ലെപ്റ്റ് ഫോർ 12 hours ലാസ്റ്റ് നൈറ്റ്. അടുത്തത്, ദ ടാങ്ക് ഹാസ് ഡാഷ് വാട്ടർ ബട്ട് നോട്ട് ഇനഫ് ടു വാട്ടർ ദ പ്ലാന്റ്സ് ഇൻ ദ ഗാർഡൻ. ടാങ്കിൽ വാട്ടർ ഉണ്ട്, പക്ഷേ പ്ലാന്റ്സ് നനയ്ക്കാൻ അത്ര ഇനഫായിട്ടുള്ളതില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോക്കി, എ ലിറ്റിൽ, ഫ്യൂ, വെരി ഫ്യൂ. ഏത് വരും? എ ലിറ്റിലാണ് വരുന്നത്. എന്താണ് എ ലിറ്റിൽ വരുന്നത്? എ ലിറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ എമൗണ്ട്, കുറച്ച് എന്നൊക്കെയാണ്. ലിറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല എന്ന് പറയുന്നതാണ് അല്ലേ. ലിറ്റിൽ എന്ന് വെച്ചാൽ ഒട്ടുമില്ല. എ ലിറ്റിൽ എന്ന് വെച്ചാൽ കുറച്ചുണ്ട്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? കുറച്ച് വെള്ളമുണ്ട്, പക്ഷേ നമ്മുടെ പ്ലാന്റ്സ് എല്ലാം നനയ്ക്കാൻ അത് ഇൻസഫിഷ്യൻ്റ് ആണ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ എ ലിറ്റിലാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ ഫ്യൂ ഒക്കെ നമ്മൾ വെരി ഫ്യൂ ഒക്കെ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? കൗണ്ടബിളിലാണ്. ഇതെപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ, അതൊന്ന് ഓർത്ത് വയ്ക്കണേ. കൗണ്ടബിൾ. ഇപ്പോൾ ബുക്ക് അങ്ങനെയൊക്കെ പറയുമ്പോൾ വാട്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, എന്താണ്? അൺകൗണ്ടബിൾ ആണ്. ഇപ്പോൾ കൗണ്ടബിൾ ആണെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യണം? ഫ്യൂ അല്ലെങ്കിൽ വെരി ഫ്യൂ ഒക്കെ വന്നേനെ. അൺകൗണ്ടബിൾ ആയതുകൊണ്ട് നമ്മൾ എ ലിറ്റിലാണ് വരുന്നത്. 81ാമത്തെ ചോദ്യം നോക്കാം. ഇനി വൊക്കാബുലറിയുടെ ഏതാണ്? ചൂസ് ദ സിനോണിം ഓഫ് ദ വേർഡ് വൂ ഫ്രം ദ ഫോളോയിങ് വേർഡ്സ്. സിനോണിം, സെയിം മീനിങ് ഉള്ളത് ഏതാണെന്ന് നോക്കണം. ഏതാണ് വൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ എ ഡിസ്ട്രെസ് ആണ്. വൂ റെഫേഴ്സ് ടു ഡീപ്പ് സഫറിങ്, ഡിസ്ട്രെസ് ആണ് കേട്ടോ പറയുന്നത്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് ആൻ ആൻറ്റണിം ഓഫ് ദ വേർഡ് മാഡ്. മാഡിൻ്റെ നേരെ ഓപ്പോസിറ്റ്. മാഡ് എന്ന് വെച്ചാൽ എന്താണ്? മെൻ്റലി ഇല്ലായിട്ടുള്ളത്. അപ്പോൾ നല്ല സൗണ്ട് മൈൻഡ് ഉള്ളതിനെ നമ്മൾ എന്ത് പറയും? സെയിൻ, SANE, സെയിൻ എന്നാണ് പറയുന്നത്. സെയിൻ. അടുത്ത ഫ്രേസൽ വെർബ് ബീഫ് അപ്പ് മീൻസ്. ബീഫ് അപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ടു മേക്ക് സംതിങ് ബിഗ്ഗർ. ബീഫ് സംതിങ് അപ്പ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സ്ട്രെങ്ത് കൂട്ടുക. ഇപ്പോൾ നമ്മൾ ബീഫ് അപ്പ് സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു സ്ട്രെങ്ത് ആഡ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള അതാണ് ടു മേക്ക് സംതിങ് ബിഗ്ഗർ ഓർ സ്ട്രോങ്ങർ എന്ന് പറയുന്നത്. ടു മേക്ക് സംതിങ് ബിഗ്ഗർ അല്ലെങ്കിൽ സ്ട്രോങ്ങർ. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്യുന്നു, അതാണ് ബീഫ് അപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചൂസ് ദ സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ.
എ ഡാഷ് ഓഫ് ഫിഷ്. ഫിഷിന് എന്താ നമ്മൾ പറയുക? സ്കൂൾ ഓഫ് ഫിഷ് ആണെന്ന് പറയുന്നു അല്ലേ? സ്കൂൾ ഓഫ് ഫിഷ്, സ്കൂൾ. ഈ ബിവി എന്ന് പറയുന്നത് ലേഡീസിനെയാണ് കേട്ടോ. ഓക്കെ, ബിവി. കമ്പനി എന്ന് പറയുമ്പോൾ സോൾജേഴ്സ്, സോൾജേഴ്സ്, ആക്ടേഴ്സിനൊക്കെ പറയാറുണ്ട്. ദെൻ ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഓഫ് ദ വേർഡ് എൻസൈക്ലോപീഡിയ. കറക്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. എൻസൈക്ലോപീഡിയ. ഓക്കെ, ഇതിൽ പീഡിയ ഇത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് PAE വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് PEDIA അമേരിക്കൻ ഇംഗ്ലീഷിൽ അങ്ങനെയാണോ? PEDIA വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കേട്ടോ. എൻസൈക്ലോ, ENCYCLO, എൻസൈക്ലോപീഡിയ. ഓക്കെ, ദെൻ ഗോ ഓൺ എ വൈൽഡ് ഗൂസ് ചേസ് മീൻസ്. ഐഡിയത്തിൻ്റെ അർത്ഥം എന്താണ്? ഗോ ഓൺ എ വൈൽഡ് ഗൂസ് ചേസ്, ടു ഡു സംതിങ് പോയിൻറ്റ്ലെസ് അല്ലേ? ഹോപ്പ്ലെസ് സെർച്ചാണ് ഉദ്ദേശിക്കുന്നത്. വൈൽഡ് ഗൂസിൻ്റെ ചേസ്, ആ ഐഡിയത്തിൻ്റെ അർത്ഥം എന്താണ്? ഹോപ്പ്ലെസ് ആയിട്ടുള്ള സെർച്ച് എന്നതാണ്. അതാണ് ടു ഡു സംതിങ് പോയിൻറ്റ്ലെസ്. വാട്ട് ഡസ് ദ വേർഡ് അഡ്ഹോക്ക് മീൻ? ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. അഡ്ഹോക്ക് എന്ന് വെച്ചാൽ എന്താണ്? ഫോർ എ സ്പെസിഫൈഡ് പർപ്പസ് അല്ലേ? ലാറ്റിൻ ഫ്രേസ് ആണ് അഡ്ഹോക്ക് എന്ന് പറയുന്നത്. അഡ്ഹോക്ക് എന്ന് വെച്ചാൽ എന്താണ്? ഫോർ എ സ്പെസിഫൈഡ് പർപ്പസ്, ഫോർ ദിസ് പർപ്പസ് എന്നൊക്കെ പറയുന്നതാണ്. ദെൻ സ്റ്റഡി ഓഫ് മൗണ്ടെയ്ൻസ് ഈസ് ടേംഡ് ആസ്. ഓറോളജിയാണ്. സ്റ്റഡി ഓഫ് മൗണ്ടെയ്ൻസ് എന്താണ്? ഓറോളജി. ഓർണിത്തോളജി എന്താ? സ്റ്റഡി ഓഫ് ബേർഡ്സ്. പാത്തോളജി എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് ഡിസീസ്. ഓക്കെ, ദെൻ ഫൈൻഡ് ദ വേർഡ് ദാറ്റ് ബെസ്റ്റ് ഫിറ്റ് ഇൻ ടു ദി ബ്ലാങ്ക് സ്പേസ് ആൻഡ് ഡാഷ് എ സം ഓഫ് ₹500 ഔട്ട് ഓഫ് ദ ബാങ്ക് എവറി വീക്കെൻഡ്. ഏത് ആൻസർ വരിക? ആൻഡ് ഡാഷ്. ആൻഡ് എന്ത് ചെയ്യുവാണ് ചെയ്യുന്നത്? ഡ്രോസ്. ഡ്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിഡ്രോ ചെയ്യുന്നതിനെ പറയുന്നതാണ്. ആൻഡ് ഡ്രോസ് എ സം ഓഫ് ₹500 ഔട്ട് ഓഫ് ദ ബാങ്ക് എവറി വീക്കെൻഡ്. വിഡ്രോ ചെയ്യുക, ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. 90ാമത്തേത് ഔട്ട് ഓഫ് ദ ഗിവൺ വേർഡ്സ് വൺ വേർഡ് ഈസ് മിസ്സ്പെൽഡ്. ഫൈൻഡ് ദ മിസ്സ്പെൽഡ് വേർഡ്. ഓംലെറ്റ് ആണ് കേട്ടോ തെറ്റായത്. ഓംലെറ്റിന് എങ്ങനെയാണ് വരുന്നത്? OMELETTE ആണ് വരുന്നത്. ഇതാണ് കറക്റ്റ്, ബ്രിട്ടീഷിൽ കറക്റ്റായിട്ട് വരുന്നത്. ഓംലെറ്റാണ് തെറ്റായിട്ടുള്ളത്. ബാക്കി നോക്കി. ഔട്ട്റൈറ്റ് കറക്റ്റാണ് കേട്ടോ, ശ്രദ്ധിക്കണേ. ദെൻ ഓതറിങ്, ഓഫ് സ്പ്രിങ്, അത് മൂന്നും കറക്റ്റാണ്. തെറ്റായിട്ടുള്ളത് ഓംലെറ്റാണ്. ഓംലെറ്റിന് OMELETTE അല്ലെങ്കിൽ OMELET ഇങ്ങനെയും പറയാറുണ്ട്. ഓക്കെ, ഇത് രണ്ടും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി നമുക്ക് മലയാളത്തിലേക്ക് പോകാമല്ലോ. ഓക്കെ, മലയാളത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദിയുടെ പര്യായം ഏത്? നദി എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലേ? നദിയുടെ പര്യായം ഏതാണ്? തടിനി. സരിത്ത്, പുഴ, തരംഗിണി, പ്രവാഹിനി, അതൊക്കെ ഏതാണ്? നദിയുടെയാണ്. തളിമം എന്ന് പറയുന്നത് കട്ടിൽ, തറ, അതിനൊക്കെ തളിമം എന്ന് കേൾക്കാറുണ്ട് കേട്ടോ. ദെൻ തലീനം എന്ന് പറയുന്നത് മെലിഞ്ഞത് എന്നർത്ഥത്തിലാണ് തലീനം. സൈകതം മണൽത്തിട്ടയാണ് സൈകതം. ഇനി വിപരീത പദം ചഞ്ചലം. ചഞ്ചലത്തിൻ്റെ വിപരീതം ഏതാണ്? അചഞ്ചലമാണ്. ചഞ്ചലം എന്ന് വെച്ചാൽ എന്താണ്? ഇളക്കമുള്ളത് അല്ലേ? ഇളക്കം. അതിൻ്റെ വിപരീതം ഇളക്കമില്ലാത്തത്. അചഞ്ചലം. നിശ്ചലം എന്നും ചിലപ്പോൾ കാണാറുണ്ട്. ഇനി പിരിച്ചെഴുതുക. ഉണ്മ എങ്ങനെ പിരിച്ചെഴുതുന്നത്? ഉണ്മ എന്ന് വെച്ചാൽ ഉള്ള അവസ്ഥയെ നമുക്ക് ഉണ്മ എന്ന് പറയാറുണ്ട്. ഓക്കെ, അതിനെ പിരിക്കുമ്പോൾ ഉള്ളത്, അതായത് ഉള്ളത്, പിന്നെ അതിൻ്റെ കൂടെ മ ആണ് ഉള്ള അവസ്ഥ, ഉണ്മ. ഓക്കെ, ഇൽ എന്ന അക്ഷരം ന ആയി മാറുകയാണ് ചെയ്യുന്നത്. ആദേശ സന്ധിയിലാണ് ഇത് വരുന്നത് ഏകദേശം. ഇതുപോലെ തന്നെയുള്ള 2-3 നമുക്കൊന്ന് നോക്കിയാലോ. നന്മ എങ്ങനെയാണ്? നൽ അധികം മ. ഇതിൽ ഇല്ലെന്തായി മാറും? ഇന്നായി മാറും. അങ്ങനെയാണ് നന്മ വരുന്നത്. ഇനി അടുത്തത് ശരിയായ പദം ഏത്?
നിശ്ചയം, നിശ്ചയമാണ്. ഏതാണ്? ഓപ്ഷൻ സി ആണ്. നിശ്ചയം, സംശയമില്ലാത്തത് അല്ലെങ്കിൽ ഉറപ്പുള്ളത് എന്നർത്ഥം വരുന്നതാണ് നിശ്ചയം. ഇതിൽ ഷായും അതും ചായും കൂടി ചേർത്തിട്ടുള്ളതാണ് കേട്ടോ നിശ്ചയം. ഇനി സമാന പദം ഏത്? ഇനൻ. ഇനൻ എന്ന് വെച്ചാൽ ആരാണ്? സൂര്യൻ. ഇതൊക്കെ എപ്പോഴും വരാറുള്ളതാണ് കേട്ടോ. ഇനൻ, സൂര്യൻ. സൂര്യൻ്റെ തന്നെ വേറെ ഏതൊക്കെയാണ് പര്യായം? ആദിത്യൻ, രവി, ദിനകരൻ, മിഹിരൻ, ഭാനു. അതൊക്കെ സൂര്യനാണ്. ആദിത്യൻ, രവി, ദിനകരൻ, മിഹിരൻ, ഭാനു. ഇതൊക്കെ ഏതാണ്? സൂര്യനാണ്. ഈ തെറ്റില്ലാത്ത വാക്യം ഏതാണ്? ഏതാണ്? നന്ദി പറയുന്നു അല്ലേ? ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലേ, നന്ദി രേഖപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ എന്താണ്? നന്ദി പറയുന്നു എന്നുള്ളതാണ് തെറ്റില്ലാത്ത വാക്യം. ഇനി അടുത്തത്, ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് എന്താണ്? അധ്വാനത്തിൻ്റെ മഹത്വത്തെയാണ് കേട്ടോ. ചേറ്റിൽ അതായത് വയലിൽ കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ എന്ത് കഴിക്കാൻ സാധിക്കൂ? നമുക്ക് ചോറ് കഴിക്കാൻ സാധിക്കും. അതാണ് ഈ ചേറ്റിൽ. ചേറ്റിൽ എന്ന് വെച്ചാൽ വയലിൽ. കുത്തിയ കൈ ചോറ്റിൽ. ചോറ്റിൽ എന്ന് പറയുന്ന ആഹാരം, ചോറ്. ഓക്കെ, കുത്താം എന്ന് പറയുന്നത് കേട്ടോ. ഇനി ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട്. പരിഭാഷ എന്ത്? വിത്തുഗുണം 10 ഗുണം അല്ലേ? വിത്തുഗുണം 10 ഗുണം. വിതച്ചത് കൊയ്യും എന്ന് പറയുന്നത് അതെപ്പോഴും ചോദിക്കുന്നതാണ്. ആസ് യു സോ ഷാൾ യു റീപ്പ്. അതാണ് വിതച്ചത് കൊയ്യും. ആസ് യു സോ ഷാൾ യു റീപ്പ് എന്ന് പറയുന്നത്. ഇനി 99ാമത്തത്, ചേർത്തെഴുതുക. ഇ പ്ലസ് അൾ. ഏതാണ്? ഓപ്ഷൻ ബി, ഇവൾ അല്ലേ? ഇവൾ. ഇ പ്ലസ് വ് പ്ലസ് അൾ. ഇവളാണ് കേട്ടോ. ഇനി ഇതിൽ ഈ അധികം ആളായിരുന്നെങ്കിൽ അതെന്തായി മാറിയേനെ? ഇയാളായി മാറിയേനെ കേട്ടോ. ഓക്കെ, ഈ കഴിഞ്ഞ് വന്നത് കൊണ്ട് ഇവൾ. ഓക്കെ. 100ാമത്തത്, കുളം കോരി. ശൈലിയുടെ അർത്ഥം എന്ത്? കുളം കോരി എന്താണ്? നശിപ്പിക്കുക അല്ലേ? കുളം കോരി. ഒരു കാര്യത്തെ പൂർണ്ണമായിട്ട് എന്താണ്? വഷളാക്കുക ഒക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ കുളം കോരുക എന്ന് പറയുന്നത് അല്ലേ? ഇപ്പോൾ അവൻ പരിപാടി കുളം കോരി നശിപ്പിച്ചു, ഒരു രീതിയിലാണ് പറയുന്നത്. അപ്പോൾ 100 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷും മലയാളവും കഴിഞ്ഞു നമ്മുടെ. അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ലതാണെങ്കിൽ ഗുഡെന്നോ അല്ലെങ്കിൽ തംസപ്പ് ഒക്കെ അയയ്ക്കുക. അത് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലാസ്സുകളൊക്കെ ചെയ്യാനുള്ള ഒരു ഊർജ്ജം ഉണ്ടാവും. പിന്നെ ചെറുതായിട്ട് നിങ്ങൾക്കൊരു പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടാകും. കുഞ്ഞിനെ ഉറക്കുന്നതുകൊണ്ടാണ് കേട്ടോ. പാട്ടിലവനവിടെ കിടന്നോളും. അതുകൊണ്ടാണ് ഞാനിപ്പുറം വന്ന് ക്ലാസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു പാട്ടിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.